ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയത്ത് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അടുത്തിടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകുകയും ഒരു പുതിയ വഴി പറഞ്ഞു തരികയും ചെയ്യും. ഈ സന്ദേശം ഇപ്പോൾ ആവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് ഉള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം നിറഞ്ഞ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. നിങ്ങള് പുതിയൊരു തുടക്കം കുറിക്കുന്നതിന്റെ വക്കിലാണ് ഇപ്പോൾ. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് തികച്ചും പരിചിതമല്ലാത്തതാണ്. നിങ്ങൾക്ക് പരിചിതമായതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം അത് പ്രതീക്ഷയും സ്നേഹവും സാഹസികതയും നിറഞ്ഞതാണ്. പുതിയ ബന്ധങ്ങളും അതുപോലെ പുതിയ എക്സ്പീരിയൻസസും നേടാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നിങ്ങള് മുൻപ് ചെയ്തിട്ടില്ലാത്ത പുതിയ സാഹചര്യങ്ങളില് നിങ്ങളെ തന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ സന്നദ്ധരാകുന്നത് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു പുതിയ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയത് അതില് നിങ്ങൾ വിശ്വസിച്ച് എടുത്തു ചാടുന്നത് ഞാൻ കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായി ഒരു അറിവ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കില്ല. എന്തു തന്നെ ആയാലും ഒരു ചാൻസ് എടുക്കാം എന്ന് കരുതി നിങ്ങൾ ഈ സാഹചര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കുന്നത് ഞാൻ കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് വിശ്വസിച്ച് അതിലേക്ക് എടുത്തു ചാടുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു യാത്രയുമാകാം. എന്തായാലും നിങ്ങൾ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് റിസ്ക് എടുക്കാൻ തയ്യാറാകാൻ പോകുന്നു എന്ന് തോന്നുന്നു. പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ തന്നെ നടക്കും. ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ തുടക്കം തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും അബൻഡൻസും കൊണ്ടുവരും. ഈ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലോ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. അത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അതുപോലെ ഈ ബന്ധത്തിലോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിലോ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ലഭിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശരിയാണ്. അതിനായി പരിശ്രമിക്കുക. നിങ്ങൾ ഒരു തീരുമാനത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട വെല്ലുവിളി നിറഞ്ഞതും ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് മുൻപിൽ ലഭിക്കും. അത് നിങ്ങൾക്ക് ഒരു അവസരമായിരിക്കാം. ചിലപ്പോൾ ഒരു പുതിയ ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമോ ആകാം. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു അവസരത്തിനോട് തൽക്ഷണം പ്രണയത്തിലാകുന്നതും അതിലേക്ക് പോകുന്നതും ഞാൻ കാണുന്നു. ഈ പുതിയ തുടക്കത്തിനുള്ള ഈ അവസരത്തില് ഒരു പ്രണയ പങ്കാളിത്തമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പങ്കാളിത്തമോ ഉൾപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതമോ കരിയറോ ഇതിൽ ഉൾപ്പെട്ടാലും ഈ പുതിയ കരിയർ പാതയോടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടോ നിങ്ങൾ പ്രണയത്തിലാകാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതിനും നിങ്ങളുടെ എനർജി സുരക്ഷിതമായിരിക്കുന്നതിനും തുല്യ അവസരം നൽകുന്നതിനും ഒരു ന്യായമായ പാത നിങ്ങളിലേക്ക് വരുന്നത് ഞാൻ കാണുന്നു. ഒരു റിലേഷൻഷിപ്പ് അതില് രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നത് ഞാൻ കാണുന്നു. നിങ്ങള് അറിവുകളും അതുപോലെ അനുഗ്രഹങ്ങളും അന്യോന്യം ഷെയർ ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഈ ഒരു ബന്ധം പാർട്ട്ണർഷിപ്പ്
വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക്. അതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയാലും അല്ല ഇനി റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ് ആയാലും ശരി, അത് വളരെയധികം സക്സസ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് നന്മകൾ നൽകുന്നതായിരിക്കും. അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ട്. പുതിയൊരു തുടക്കത്തിനുള്ള ഈ അവസരം നിങ്ങളെ യാത്ര ചെയ്യാനോ സ്ഥലം മാറ്റാനോ നിർബന്ധിതരാക്കിയേക്കാം. അത് നിങ്ങളെ മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറ്റിയേക്കാം. പക്ഷേ നിങ്ങൾ സന്തോഷവാനായിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. പുതിയൊരു തുടക്കത്തിനായിട്ട് നിങ്ങൾ ശരിക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. ഇതൊരു പ്രണയബന്ധമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നതിന് യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാര്യം അവര് നിങ്ങളോട് സംസാരിക്കും. ഒരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം സീരിയസ് ആയി എടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർ നിങ്ങളെ നിർദ്ദേശിച്ചേക്കാം. ഈ വ്യക്തി നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ വളരെ സന്തോഷവാനാണെന്ന് എനിക്ക് കാണുന്നു. അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ കാണാൻ വരുമ്പോൾ അവർ കൂടുതൽ ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻഡ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങളുടെ ചുറ്റും നിൽക്കാനും മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു. ഈ കാർഡ് നിങ്ങളുടെ ഈ കഴിവിനെ നിങ്ങളെ വിശ്വസിക്കാൻ ഉപദേശിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വന്തം കൈകളിൽ എടുത്ത് നിങ്ങളുടെ പാത നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു സ്ഥാനക്കയറ്റം അർഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഇവിടെ കാണുന്നു. അപ്പോൾ നിങ്ങൾ ആ ജോലിക്ക് യോഗ്യനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇനി നിങ്ങളുടെ ലവ് ലൈഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം അവർ നിങ്ങളെ പിന്തുടരുമെന്ന് ഞാൻ കാണുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി ഉള്ളവരാണെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ അവർ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഈ വെല്ലുവിളികൾ നിറഞ്ഞതും ആവർത്തിച്ചതുമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഈ ഒരു സൈക്കിള് നിങ്ങൾ ബ്രേക്ക് ചെയ്തു എന്നിവിടെ കാണാം. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ആ പഴയ നിങ്ങളുടെ നല്ല ദിവസങ്ങളിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സഹായഹസ്തം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളിൽ ചിലർക്ക് ഇത് ഒരു സാമ്പത്തിക തിരിച്ചടിയോ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ ആയിരിക്കാം മുൻപുണ്ടായിരുന്നത്. നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങി താഴ്ന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. സാമ്പത്തിക കടമോ അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയോ ആയിരുന്നിരിക്കണം. നിങ്ങളുടെ നഷ്ടങ്ങൾ നികത്താൻ സഹായിക്കുന്ന ഒരു വലിയ സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഈ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ആ സഹായം നന്ദിയോടുകൂടി വേണം സ്വീകരിക്കാൻ. പുതിയൊരു തുടക്കം കുറിക്കുമ്പോൾ പാസ്റ്റില് നിങ്ങൾ കടന്നുപോയ കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിന് മുൻഗണന നൽകേണ്ടതുണ്ട് എന്ന് ഇവിടെ കാണുന്നു. ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് എത്രയും വേഗം പരിഹരിക്കുക. എത്രയും വേഗം അത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നോ അത്രയും വേഗം അത് പരിഹരിക്കപ്പെടും. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ വർക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ആവശ്യമുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കാം. നിങ്ങളിൽ ചിലർക്ക് നിങ്ങൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കോ അല്ലെങ്കിൽ വിസയോ ലഭിക്കുന്നത് ആയിരിക്കാം. അത് ലഭിക്കുന്നതിന്
കുറച്ച് കാലതാമസം വന്നിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ടതായിരിക്കാം. എന്തായാലും അതിന് നന്ദി പറയുക. ഇത് നിങ്ങൾക്ക് മുൻപ് ഒരു പ്രശ്നമായിരുന്നു, എന്നാൽ ഇന്നു മുതൽ ഇത് ഒരു പ്രശ്നമായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് വേട്ടയാടുന്നുണ്ടാകാം. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ചില ട്രോമാറ്റിക് ആയിട്ടുള്ള മെമ്മറീസിൽ നിന്നുള്ള ഓർമ്മകളായിരിക്കാം. അത് നിങ്ങളിൽ ചിലർക്ക് ഇമോഷണൽ ആയിരിക്കാം, മറ്റു ചിലർക്ക് ഫിസിക്കൽ ആയിരിക്കാം. അങ്ങനെയുള്ള മുറിവുകളാകാം. നിങ്ങൾ അതിൽ നിന്നും ഹീലാകുന്നത് എനിക്കിവിടെ കാണാം. നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് എഫേർട്സ് എടുക്കുന്നത് ഞാൻ കാണുന്നു. അതുപോലെ ഈ പഴയ ട്രോമാറ്റിക് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്സ് അല്ലെങ്കിൽ ഓർമ്മകള് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങളോട് തന്നെ കഠിനമായി പെരുമാറാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഹീലിംഗ് ജേർണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇത്. നിങ്ങൾക്ക് അടുത്തിടെ ഒരു ആഗ്രഹം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. അത് നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യമായിരിക്കാം. അത് സംഭവിക്കണമെന്ന് നിങ്ങൾ ശരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഈ കാലതാമസം അത് സംഭവിക്കില്ല എന്നതിന്റെ സൂചനയല്ല എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. മറിച്ച് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ്. ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് കേട്ടിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളെ കേട്ടിരിക്കുന്നു. അതിന് അതിൻ്റെതായ ഒരു സമയം കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങളും വേറൊരാളും തമ്മിൽ ഉള്ള ചില പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ കുറച്ചുകൂടി ശാന്തമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുന്നു. ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വാക്ക് തർക്കത്തില് ആയിട്ടുണ്ടാകാം. വാക്കുകളാലും പ്രവർത്തികളാലും നിങ്ങളെ ഈ ഒരു വ്യക്തി വേദനിപ്പിച്ചിരിക്കാം. കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ ഘട്ടത്തില് ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. അതുപോലെ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ 8-ാം ദിവസം നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദിവസം നടക്കും. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഇതിന് ശേഷം സംഭവിക്കാം. നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മാറ്റം സംഭവിക്കും. നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് ഞാൻ കാണുന്നു. സർവേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.